പുഷ്പ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. അല്ല, ഞാൻ റിലീസാവുമല്ലേ, എന്താവും എൻ്റെ അവസ്ഥ? റീസെൻ്റ്ലി ഇറങ്ങിയ വലിയ പടങ്ങളെല്ലാം അത്യാവശ്യം പേരുദോഷം കേൾപ്പിച്ചായിരുന്നു. അയ്യോ, താൻ പേടിക്കണ്ട. ബെല്ലോരും ചെയ്ത പടം കണ്ടിട്ട് അതുപോലൊരു പടം വേണമെന്ന് പറഞ്ഞിട്ടല്ലല്ലോ താനൊരു പടം ചെയ്തത്. അതുകൊണ്ട് കുഴപ്പമില്ല. തൻ്റെ അവസ്ഥ എന്തായിരുന്നു? എനിക്ക് മനസ്സിലായ കാര്യം, ഇന്ത്യയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടും ആ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല. അതെന്താ? അതെനിക്ക് ഉടനെ മനസ്സിലാവും. ഏതായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ്. കാന്താര 2, അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ കാന്താര 2 റിലീസിനൊരുങ്ങുകയാണ്. റീസെൻ്റ്ലി വന്ന ബിഗ് ബഡ്ജറ്റ് പടങ്ങളെല്ലാം അത്യാവശ്യം പെരുദോഷം കേൾപ്പിച്ചൊരു വർഷമാണ് 2025 എന്ന് പറയുന്നത്. പക്ഷേ കാന്താര 2 എന്ന് പറയുന്ന പടം അങ്ങനെ ഒരു ഇതിലേക്ക് പോകില്ല എന്ന് വിശ്വസിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇറക്കിയ ആ ഒരു ടീം, ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയ സമയത്ത് തന്നെ സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തിട്ട് തട്ടിക്കൂട്ട് സെറ്റപ്പിൽ വന്നൊരു പടമല്ല എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയൊരു പടമാണ് കാന്താര 1 എന്ന് പറയുന്നത്. പക്ഷേ ഒരു ബാഹുബലി സീരീസോ അല്ലെങ്കിൽ ഒരു KGF പോലെ അത്രയും അങ്ങോട്ട് ഫസ്റ്റ് പാർട്ട് കണ്ട് ഇംപ്രസ് ആയോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ കാന്താര ഫസ്റ്റിന്റെ ലാസ്റ്റിലത്തെ ഒരു 10-15 മിനിറ്റ് എന്ന് പറയുന്നത് അത് വേറെ ലെവലായിരുന്നു. ആ ഒരു 20 മിനിറ്റ് തന്നെ ഇതിന്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് കാത്തിരിക്കാനുള്ള എല്ലാ ഘടകങ്ങളും ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഈ ഒരു സെക്കൻഡ് പാർട്ടിലെ അതിന്റെ ട്രെയിലറും ടീസറും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ടോട്ടലി ഇപ്പം ബാഹുബലി ആയിക്കോട്ടെ KGF ആയിക്കോട്ടെ, ആ ഒരു കഥയുടെ കണ്ടിന്യൂവേഷൻ വരുമ്പോൾ അത് കഴിഞ്ഞുള്ള കഥകളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു സിനിമ മാത്രം ഇതിനു മുമ്പുള്ളൊരു കഥയാണ് പറയുന്നത്, അതായത് പ്രീക്വലാണ് വരുന്നത്. സോ ഭയങ്കരമായിട്ട് ഫസ്റ്റ് പാർട്ട് എങ്ങനെയാണോ അതിന് അതുപോലെ അല്ല എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. കാര്യം വെച്ചാൽ ഒരു കംപ്ലീറ്റ്ലി ഒരു പീരിയോഡിക് ഡ്രാമ പോലെയും കുറച്ചുകൂടെ അങ്ങ് സ്കെയില് വലുതായി ആ കഥ അത് ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അവരത് വലുതാക്കിയെന്നാണ് വിശ്വസിക്കുന്നത്. കാര്യം വെച്ചാൽ അത് ഓൾറെഡി ഫസ്റ്റ് പാർട്ട് ആൻഡ് സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തിട്ട് ഇനിഷ്യലി അത് അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് 2 പാർട്സ് ആയിട്ട് ഇറക്കിയതാണ്. ബട്ട് റീസെൻ്റ്ലി ഇറങ്ങിയ എല്ലാ പടങ്ങളും അങ്ങനെയല്ല. ഈവൻ പുഷ്പയാണെങ്കിൽ പോലും അങ്ങനെ പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് ഫസ്റ്റ് പാർട്ടിന്റെ ഒരു വിജയത്തിനോടനുബന്ധിച്ച് അവർ അതിനെ പിന്നീട് സെക്കൻഡ് പാർട്ട് ഉണ്ടാക്കിയെടുത്തിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അത് റീസെൻ്റ്ലി വന്ന മറ്റു പടങ്ങൾ ബാഹുബലി 1 and 2 ആൻഡ് KGF 1 and 2 പോലെയല്ല മറ്റുള്ള പടങ്ങൾ. പക്ഷെ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം നമ്മൾ കണ്ട കഥയുടെ ഫുള്ളൊരു ബാക്ക് സ്റ്റോറിയാണ് ഈ ഒരു സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നവർ. എന്താകും എന്നുള്ളതിന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു പടം കാണാനുള്ള ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത് ഇതിന്റെ ഡയറക്ടർ ആൻഡ് റൈറ്റർ ഋഷഭ് ഷെട്ടിയാണ്. അദ്ദേഹമാണ് ഫസ്റ്റ് പാർട്ടും എടുത്തത്. സോ അദ്ദേഹം ഈ ഒരു പടത്തിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട്, അത് ആ സിനിമയിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നത്. അദ്ദേഹത്തെ പോലെ ഒരാള് എസ്പെഷ്യലി ഇങ്ങനെ ഒരു കഥ, ഇത് എല്ലാ ആൾക്കാർക്കും ഇപ്പം KGF എന്ന് പറയുന്നത് ഒരു ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് അത് കണക്ട് ആകാം. ബാഹുബലി ആണെങ്കിൽ പോലും അതിനകത്തും ഒരു അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്, അതായത് എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സാധനം. പക്ഷേ കാന്താരയിലേക്ക് വന്നപ്പോൾ അതൊരു റീജിയണിൽ നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് ഫസ്റ്റ് പാർട്ടിൽ അത് എല്ലാ ആൾക്കാർക്കും കണക്ട് ആകുന്ന രീതിയിൽ അദ്ദേഹം അത് പ്രസന്റ് ചെയ്തു. ഇപ്പൊ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ കഥയിൽ മാറ്റം ഉണ്ടാകും ഡെഫിനറ്റ്ലി. അതിന്റെ ഒരു ടെറൈൻ കംപ്ലീറ്റ്ലി മാറിയ പോലെയാണ് എനിക്ക് തോന്നിയത്. എന്നാൽ പോലും ആ ഒരു കാര്യം ഫസ്റ്റ് പാർട്ടിൽ എങ്ങനെ കണക്ട് ആയോ അങ്ങനെ തന്നെ ഈ ഒരു സെക്കൻഡ് പാർട്ടിലും കണക്ട് ആക്കി കഴിഞ്ഞാൽ ഈ പടത്തിന്റെ ഒരു ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ ആയിക്കോട്ടെ അത് പിടിച്ചാൽ കിട്ടില്ല. അത് ഭയങ്കരമായിട്ട് ഇതുണ്ട്. ഇതിന്റെ എനിക്കൊരു പീരിയോഡിക് ഡ്രാമയാണ് ഈ ഒരു പടം. പിന്നെ അതിനകത്ത് ഫസ്റ്റ് പാർട്ടിലെ പോലെ ഒരു ദൈവത്തിന്റെ എലമെന്റ് അവർ കേട്ടിരിക്കുന്നത് വേറൊരു മൂന്നാമതൊരു ക്യാരക്ടർ ഉള്ളതുപോലെ അതിന്റെ ഒരു ട്രെയിലറിന്റെ എൻഡിലൊക്കെ ഒരു സൂചന വരുന്നുണ്ട്. ആ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ടാകാം ഇതിനൊരു ഡിവോഷണൽ ഒരു പരിപാടി കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് പാർട്ടിന്റെ ഒരു യുണീക്ക് പോയിന്റ് എന്ന് പറയുന്നത്, സെല്ലിംഗ് പോയിന്റ് എന്ന് പറയാവുന്നത് ഒരു ഡിവോഷണൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു, എനിക്ക് ഫസ്റ്റ് പാർട്ട് ഈ ഒരു ബാഹുബലിയോ അല്ലെങ്കിൽ KGF ഫസ്റ്റ് കണ്ടതുപോലെയുള്ള ഒരു ഭയങ്കരമായിട്ട് ഇമ്പ്രസീവായിട്ട് എനിക്ക് എൻ്റെ ഒരു തുടക്കം തൊട്ട് അങ്ങനെ തോന്നിയൊരു പടമല്ല. പക്ഷെ അവസാനത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് എസ്പെഷ്യലി ഋഷഭ് ഷെട്ടി എന്ന് പറയുന്ന ഒരു പെർഫോമറിനെ ഞാൻ അതിനകത്ത് കണ്ടത്. അത് ഞാൻ എപ്പോഴും റിപ്പീറ്റ് അടിച്ച് കാണുന്ന ഒരു സീക്വൻസ് ആണ് ലാസ്റ്റിലത്തെ പോർഷൻ എന്ന് പറയുന്നത്. സോ അതിന് ഈക്വലായിട്ടാണ് അവർ ഇതിന്റെ കുറച്ച് പോർഷനെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര റേഞ്ചിൽ വരുമെന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. അതല്ലാത്ത പക്ഷേ അതിന്റെ മ്യൂസിക് ആയിക്കോട്ടെ, എഡിറ്റിംഗ് ആയിക്കോട്ടെ, ആർട്ട് വർക്ക് ആയിക്കോട്ടെ, അതൊക്കെ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഒരുപാട് കഥകളും വരുന്നുണ്ട്. ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഒരുപാട് നെഗറ്റീവ് രീതിയിലുള്ള കാര്യങ്ങൾ, ഒരുപാട് വാർത്തകളാണോ സത്യമാണോ എന്നറിയില്ല, ഒരുപാട് ആളുകൾ മരിച്ചതായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്, എല്ലാ സിനിമയും അങ്ങനെയാണ്, എന്ത് ഇൻഡസ്ട്രി ആയാലും ആരൊക്കെ എന്തൊക്കെ ചെയ്താലും എപ്പോഴും കുറെ ആൾക്കാർ കഷ്ടപ്പെടുമ്പോഴാണ് നല്ലൊരു പ്രോഡക്റ്റ് വരുന്നത്. അവരെ ചെയ്യുന്ന ഒരു എഫേർട്ടിന് അവരുടെ മുന്നിൽ കാണുന്നത് ഇതിന്റെ ഒരു ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യലും ഇതിന്റെ ഒരു ബിസിനസ് സാധ്യത മാത്രം കാണാതെ
അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഒരുപോലെ പ്രവർത്തിക്കുമ്പോഴാണ് ഒരു നല്ല സിനിമ കിട്ടുന്നത്. ബിസിനസ് ഡെഫിനറ്റ്ലി വേണം, അതായത് ബിസിനസ് ആണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. എന്നാൽ പോലും ആളുകൾ ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു സിനിമ അവർക്ക് കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഹൊമ്പാലയാണ്. KGF-ലൂടെയാണ് നമുക്ക് അത് ഇൻട്രൊഡ്യൂസ് ആയത്. എന്നാൽ പോലും അവർ തിരഞ്ഞെടുക്കുന്ന സിനിമകളും അവര് ഇപ്പൊ റീസെന്റ് വന്ന നരസിംഹ എന്ന് പറയുന്ന ഒരു അനിമേറ്റഡ് മൂവീസിന്റെ ഒരു സീരീസ് വരുന്നുണ്ട്. അതാണെങ്കിൽ അതിന്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാന്തര ഫസ്റ്റിൽ നിന്ന് വന്ന് സെക്കൻഡിലേക്ക് കാണുമ്പോൾ അതിന്റെ സ്കെയില് വലുതായത്, അത് പ്രൊഡക്ഷൻ വാല്യൂ ഇൻക്രീസ് ആയതിന്റെ എല്ലാ കാര്യങ്ങളും ആ ഒരു ട്രെയിലറിൽ തന്നെ വ്യക്തമാണ്. സോ അവരെ പോലെ തന്നെ നല്ല പ്രൊഡക്ഷൻ കമ്പനി ഇങ്ങനെ ഒരു ഋഷഭ് ഷെട്ടി പോലെ ഒരാളുടെ വിഷന് കൂടെ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. സോ ഈ ഒരു പടത്തിന് എന്തൊക്കെ നല്ല കാര്യങ്ങൾ, എന്തൊക്കെ നല്ലത് വന്നാൽ അതിൻ്റെ ഒരു ഏറ്റവും വലിയ ക്രെഡിറ്റ് ഡെഫിനറ്റ്ലി ഋഷഭ് ഷെട്ടി എന്ന് പറയുന്ന ആക്ടർ, ഋഷഭ് ഷെട്ടി എന്ന് പറയുന്ന റൈറ്റർ, ഋഷഭ് ഷെട്ടി എന്ന് പറയുന്ന ഡയറക്ടറിന് പോകണം. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള ടെക്നീഷ്യൻസ് ആൻഡ് പ്രൊഡ്യൂസറിന്. ഭയങ്കരമായ എക്സ്പെക്ടേഷൻ വെക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ റീസെൻ്റ്ലി വന്ന എക്സ്പെക്ടേഷൻ വെച്ച് കഴിഞ്ഞുള്ള അവസ്ഥ പ്രശ്നമാണ്. ഒരു പരിധിക്കപ്പുറത്തോട്ട് എക്സ്പെക്ടേഷൻ വെക്കുന്നില്ല. എന്നാൽ പോലും ഒരു KGF പോലെയോ അല്ലെങ്കിൽ ഒരു ബാഹുബലി പോലെയോ നമുക്ക് ഒരിക്കലും ഇത് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ബട്ട് എനിക്കൊരു ബാഹുബലി വൈബ് അവിടെ ഇവിടെയായിട്ട് അടിച്ചു. ഇതൊരു പീരിയോഡിക് ഡ്രാമ ആയതുകൊണ്ടും യുദ്ധങ്ങളും അങ്ങനത്തെ രാജാവ് രാജ്ഞി അങ്ങനത്തെ കുറച്ച് സെറ്റപ്പ് ഒക്കെയാണ് ഇവരത് ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ ഒരു കംപ്ലീറ്റ്ലി ഒരു ജോണറിൽ ഒരു ഷിഫ്റ്റ് വന്ന പോലെ എനിക്ക് തോന്നി. ബട്ട് ആ ഒരു സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലാണ് അവരെ ഡിസൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കത് തിയേറ്ററിൽ വലിയൊരു വർത്ത് വാച്ച് തന്നെ ആയിരിക്കും. ഡെഫിനറ്റ്ലി ഞാൻ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇതൊരു ആരൊക്കെയാണ് ഇതിനു വേണ്ടി പ്രവർത്തിച്ചത്, എസ്പെഷ്യലി ഋഷഭ് ഷെട്ടി ആൻഡ് ടീം, എൻ്റെ ടീമിന് ഭയങ്കരമായ ഒരു വലിയൊരു സക്സസ് തന്നെ ഈ ഒരു സിനിമ നൽകട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ ആസ് എ ഓഡിയൻസ് ഇപ്പൊ റീസെന്റ് വന്ന വലിയ പടങ്ങൾ എന്ന് അവകാശപ്പെട്ട് വന്ന ഭയങ്കരമായി എക്സ്പെക്ടേഷനിൽ തന്ന് വന്ന പടങ്ങൾ പോലെ ആകാതിരിക്കട്ടെ എന്നും ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങൾ എത്ര പേർ ഈ ഒരു പടം കാണാൻ ആഗ്രഹിക്കുന്നുള്ളത് കമന്റ് ചെയ്യാം.